ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അടൂർ പ്രകാശ് എംപിയെ ചോദ്യം ചെയ്യുന്നതിന് നോട്ടീസ് അയക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെയും പുറത്തുവന്ന ചിത്രങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് തീരുമാനം. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള കൂടുതൽ ചിത്രങ്ങൾ കൂടി പുറത്തുവരികയാണ്. അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിൽ പോറ്റിയും മറ്റ് രണ്ടുപേരും ചേർന്ന് നൽകിയ വീടിന്റെ താക്കോൽദാന ചടങ്ങിന്റേതാണ് ഫോട്ടോ. അതേസമയം കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെയും പുറത്തുവന്ന ഫോട്ടോകളുടെയും അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് അടൂർ പ്രകാശിന് നൽകാൻ SIT തീരുമാനിച്ചു. സ്വർണ്ണമോഷണ കേസിലെ പ്രതികൾ സോണിയാഗാന്ധി, അടൂർ പ്രകാശ്, ആന്റോ ആന്റണി എന്നിവർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. തന്റെ ലോക്സഭാ മണ്ഡലത്തിൽ പോറ്റിയും മറ്റ് രണ്ടുപേരും ചേർന്ന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചത് അടൂർ പ്രകാശാണ്. 2024 ജനുവരിയിൽ നടന്ന ചടങ്ങിന്റെ ചിത്രം അടൂർ പ്രകാശ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തായിരിക്കുന്നത്. അതേസമയം ശബരിമലയിൽ നിന്ന് മോഷണം പോയ സ്വർണം കണ്ടെത്താനുള്ള തീവ്രശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇതു സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. കൂടാതെ ഡി മണിയെയും സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പ്രത്യേക അന്വേഷണ സംഘം തുടരുകയാണ്. പ്രധാനമായും ഡി മണിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് SIT കടന്നിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.